അത് സൂപ്പർ ആയിരിക്കും. പക്ഷെ അത് അയൺ ചെയ്യണ്ടേ? സുന്ദരി മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടില്ല, ഇച്ചിരി ക്രീമും കൂടി ഇട്ടുതരാം. ക്രീമോ? സുന്ദരിയായിട്ട് പൊക്കോ, ഇന്ന് ഫസ്റ്റ് ദിവസമല്ലേ. അങ്ങോട്ട് നോക്ക, എനിക്ക് കാണില്ല. ചുന്ദരി ആയിട്ടുണ്ട്. അവിടെ നോക്ക്, അവിടെ നോക്ക്. ഇതെന്നെ കയ്യിൽ സ്റ്റിക്കറൊക്കെ അതൊന്നും വേണ്ട, ടീച്ചർ വഴക്ക് പറയും. കയ്യിൽ സ്റ്റിക്കറൊന്നും ഇട്ടിച്ച് പോകാൻ പാടില്ലല്ലോ സ്കൂളിൽ. ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് റോസമ്മേൻ്റെ ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ഡേ. അപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞാനും ചേട്ടായി ഒരുമിച്ച് പോവാം എന്ന് വിചാരിച്ചു. ഇന്ന് എനിക്കും കോളേജ് ഓപ്പൺ ചെയ്യുന്ന ദിവസമാണ്, പക്ഷേ ഞാൻ പോയിട്ടില്ല. നാളെ മുതൽ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് റോസൂട്ടിൻ്റെ സ്കൂളിൽ പ്രവേശനോത്സവമാണ്. അപ്പം ഞാൻ ലീവ് എടുത്തു. ചേട്ടായി വർക്കുണ്ട്, അപ്പം ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ പോകുന്നതിന് മുമ്പ് ആദ്യം വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കണം. നമുക്ക് വിളിച്ചു നോക്കാം. യൂണിഫോം അല്ല, കളർ ഡ്രസ്സാ. അതെയോ? അടിപൊളിയായല്ലോ. ആരാ വന്നുവിടാൻ വായില് മുറുക്കാനാണ്. അപ്പച്ചി അവിടെ മമ്മി എന്ത് ഇന്ന് പ്രവേശനോത്സവം ആയതുകൊണ്ട് പുത്തൻ ഉടുപ്പാണ്. പിന്നെന്താ, അപ്പം പുതിയ ടീച്ചറാണ് 1ാം ക്ലാസ്സില്. ടീച്ചറെ കൊച്ചിനറിയോ? അറിയാമല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേഗം റെഡിയായി ചേട്ടയുടെ കൂടെ ബൈക്കിൽ സ്കൂളിലേക്ക് പോയി കേട്ടോ. കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു മലാപ്പറമ്പ് എത്തിയപ്പം, എന്നാലും ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ സ്കൂളിലെത്തി. കണ്ടോ റോസൂട്ടിൻ്റെ ഒരു സന്തോഷം. പുത്തൻ ബാഗും കുടയൊക്കെ ആയിട്ട് മെല്ലെ നടന്ന് പോവുകയാണ് സ്കൂളിലോട്ട്. സ്കൂള് റോഡ് സൈഡ് തന്നെയാണ്. ഇക്ര ഹോസ്പിറ്റലിൻ്റെ നേരെ ഫ്രണ്ടിലാണ് സ്കൂളുള്ളത്. ക്രിസ്തുരാജ എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് മക്കളുണ്ടായിരുന്നു. എല്ലാവരെയും വെൽക്കം ചെയ്ത് ഇങ്ങനെ സീറ്റിലിരുത്തിയേക്കുമായിരുന്നു. കണ്ടോ, ആദ്യാക്ഷരം എഴുതിക്കാനായിട്ട് അരിയൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പ്രോഗ്രാം തുടങ്ങാനായിട്ട് അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. പിന്നെ കളിപ്പാട്ടങ്ങൾ, വർണ്ണമിഠായികൾ, അങ്ങനെ കൗതുകം നിറഞ്ഞ മനോഹരമായ വർണ്ണവിസ്മയ കാഴ്ചയാണ് ഉത്സവം എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ 2024-25 അധ്യയന വർഷം വർണ്ണവിസ്മയങ്ങളുടെ കൗതുകകരമായ, മനോഹരമായ, സന്തോഷകരമായ കാഴ്ചയാവട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ആശംസിക്കാനുള്ളത്. അങ്ങനെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് ആദ്യാക്ഷരം കുറിക്കാനായിട്ട് കുഞ്ഞുമക്കളെ അധ്യാപകർ മടിയിലൊക്കെ വെച്ച് ഇങ്ങനെ എഴുതിക്കുകയാണ് കേട്ടോ. ആദ്യാക്ഷരം എഴുതി കഴിയുമ്പോൾ കയ്യിലൊരു ബട്ടർഫ്ലൈ കൂടി ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുമക്കൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കരയുന്ന മക്കൾക്കൊക്കെ ബട്ടർഫ്ലൈനെ കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കണ്ടോ, ആദ്യാക്ഷരം എഴുതിക്കാനായിട്ടാണ് റോസൂട്ടീനെ ടീച്ചർ കയ്യിൽ പിടിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് ആദ്യാക്ഷരം എഴുതി കേട്ടോ. എല്ലാവരുടെയും മുഖത്ത് കണ്ടോ എന്ത് നിഷ്കളങ്കമായ ചിരിയാണ്. ബട്ടർഫ്ലൈനെ കിട്ടിയ സന്തോഷത്തിൽ റോസൂട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹയ വന്നിട്ട് ബട്ടർഫ്ലൈനെ ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഈ സുന്ദരിക്കുട്ടിയാണ് റോസൂട്ടീൻ്റെ ഫ്രണ്ട്. അപ്പോൾ എല്ലാവരുടെ കൂടെ റോസൂട്ടി നന്നായിട്ട് എല്ലാവരുമായിട്ട് ചിരിച്ച് കളിച്ച് നടക്കുമായിരുന്നു, ഒരു പൂമ്പാറ്റയെ പോലെ. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണല്ലോ. പിന്നീട് അധ്യാപകരെ എല്ലാം സ്കൂളിലെ മാനേജർ അച്ഛൻ പരിചയപ്പെടുത്തി. പേരൊക്കെ പറഞ്ഞ് ഓരോ ക്ലാസ്സിലെയും ടീച്ചേഴ്സ് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസും പാട്ടും. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രവേശനോത്സവത്തിൻ്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. അങ്ങനെ റോസൂട്ടീനെ മെല്ലെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. എല്ലാ കുട്ടികളെയും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ 2 ഡിവിഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ഡിവിഷനിലെയും കുട്ടികളെ ഒരു ക്ലാസ്സിലാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത് തൽക്കാലത്തേക്ക്. ഇന്നിപ്പോൾ പഠിപ്പിക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും കഥ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. അപ്പോൾ റോസൂട്ടിക്ക് ആരും കരയുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ, എല്ലാവരും ഹാപ്പി ആയിരുന്നു. ബൈ പറഞ്ഞ് ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു.